കോയമ്പത്തൂർ പോയ ആ, ഒരു ദമ്പതികൾ, അവർ പുതിയ കല്യാണം കഴിച്ചിട്ട് ഏതാണ്ട് ഒരു പുതിയതായിട്ട് അവരുള്ള യാത്രയാണ്. ഒരു പുതിയ വാഹനത്തിൽ അവരിടുന്ന് കോയമ്പത്തൂർ പോവുകയാണ്. അപ്പോൾ ആ റോഡ് അന്ന് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് നിന്ന് കോയമ്പത്തൂരുള്ള റോഡ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അത് 6 വരി ഇത് എതിലേ പോകണം, എന്ത് പോകണമെന്നൊന്നും എല്ലാവർക്കും അറിയില്ല. ഇത് അങ്ങനെ പോയപ്പോൾ ഇവര് ഒരു ഹോട്ടലിൽ കയറി ഇന്ന് ആഹാരം കഴിച്ചു. ആ ഹോട്ടലിൽ ഇരുന്നപ്പോൾ ആ പെൺകുട്ടിയുടെ കഴുത്തിൽ ഒരു നെക്ലസ് ഉണ്ട്. വളരെ നെക്ലസ് എന്ന് പറഞ്ഞാൽ ഡയമണ്ട് നെക്ലസ് ആണ്. ഏതാണ്ട് ഒരു 19 ലക്ഷം രൂപ വിലയുള്ള ഒരു ഇതാണ്. ഇതൊക്കെ ഇട്ടുകൊണ്ടാ പോകുന്ന രാത്രി. ഇവർ രണ്ടുപേരുമേ ഉള്ളൂ, പോവാണ്. അതുപോലെ തന്നെ വേറെ സ്വർണം, കയ്യിൽ ഗോൾഡ് വാച്ചും അതും ഇതൊക്കെ കിടപ്പുണ്ട്. ഇവർ പോയി നേരെ ഒരു ലോറി വന്ന് ഇടിച്ച് ഇത് താഴെയിട്ട്, പുതിയ മൊബൈൽ ഫോണാണ് അത് ഉൾപ്പെടെ മുഴുവൻ സാധനങ്ങൾ അത് എടുത്തുകൊണ്ട് പോവുകയാണ്. അത് അവിടെ കിടന്ന് മരിക്കുന്നു. മരിച്ചപ്പോൾ കുറേ പേര് അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇതിൻ്റെ കഴുത്തിൽ കിടന്ന ആ നെക്ലസ് ഇല്ല, ഇതിൻ്റെ മൊബൈൽ കാണാനില്ല, ഗോൾഡ് വാച്ച് കാണാനില്ല, അതുപോലെ 1-2 ബാങ്കിൾസ് ഉണ്ടായിരുന്നു കയ്യിൽ സ്വർണത്തിൻ്റെ കട്ടിയുള്ളത്, അതൊന്നും കാണാനില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, ഒന്നുകിൽ അത് മനഃപൂർവ്വം കൊണ്ടുവന്ന് ഇടിച്ച്, ഇവിടുന്ന് ആള് ഇൻഫോം ചെയ്തു ഇങ്ങനെ വരുന്നുണ്ട്, 2 എണ്ണം കയറി വരുന്നുണ്ട്, റെഡി തട്ടിക്കൊള്ളാൻ പറഞ്ഞു. തട്ടിയിട്ട് അവരടുത്ത വണ്ടി ചെന്നിട്ട് ഇത് എടുത്തുകൊണ്ട് പോയി. അവിടെ ഒരു ഇന്നോവ കാർ കൊണ്ടുവന്നെന്നും അവിടെ നിർത്തി ഇവരെ ഇവിടെ നിന്നൊക്കെ പരിശോധിച്ചിട്ട് പോയെന്നുള്ളതിൻ്റെ എവിഡൻസ് ഒക്കെ പോലീസിന് കിട്ടി. പക്ഷേ ഞാൻ ഉൾപ്പെടെ അത് പോലീസിൽ പരാതിപ്പെട്ടിട്ടും, കാരണം അതിന് ഇവിടെ അടുത്തുള്ള ഒരാളാണ്, ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഇവിടെ അടുത്ത് താമസിക്കുകയാണ്. അവർ അത്രയും ദുഃഖത്തിലാണ്. അപ്പോൾ ഇത് നോക്കിയിട്ടും അതിനെക്കുറിച്ച് എവിഡൻസ് ഒന്നും കിട്ടിയില്ല. തെളിയാത്ത കേസുകളുടെ പട്ടികയിൽ പെടുന്ന ഒരു കേസാണത്. പക്ഷെ ഇതേപോലെ തന്നെ ശരിയായ രീതിയിൽ ഒരു അപകടം അങ്ങ് നടന്നു ഒരു വണ്ടി തന്നെത്താൻ പോയി ഇടിച്ചു. അതിലെ ബോധം കെട്ട ആൾ കിടക്കുകയാണ്. അവരുടെ വളയും മാലയൊക്കെ ഉരുക്കൊണ്ടുപോവുക, അവരെ ഉപേക്ഷിച്ചിട്ട് പോവാന്ന് പറഞ്ഞാലോ. അതിലും കുറച്ചുകൂടെ കടന്ന കൈ ഞാൻ കേട്ടിട്ടുള്ളത്, ഇതേപോലെ ഈ കിടക്കുന്നവരെ എടുത്ത് ആശുപത്രി കൊണ്ടുപോട്ടോ, പോകുന്ന പോക്കിന് ഇതെല്ലാം എടുത്ത് റെഡിയാക്കിയിട്ട് ആശുപത്രി കൊണ്ട് അതിനകത്തോട്ട് കയറ്റിയിട്ട് അവിടെ നിന്ന് മുങ്ങും. ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. ഇവരൊക്കെ മനുഷ്യരാണോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. മൃഗങ്ങൾക്ക് പോലും ഈ രീതിയിൽ ചെയ്യാൻ ഒക്കത്തില്ല കേട്ടോ. അത് മനുഷ്യരല്ല ഇവരൊന്നും. ഇതിപ്പോൾ നമ്മുടെ വയനാട് ദുരന്തം എന്ന് പറയുന്നത് അതിന് സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ്. നമ്മുടെ കേരളം കണ്ടിട്ടുള്ളത് മാത്രമല്ല, ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വലിയ ദുരന്തങ്ങളിൽ പെടുന്നവരാണ്. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തവുമാണ്. കാരണം ഇത്രയോ ആളുകൾ, ഞാൻ അനൗദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 1700 ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ഭാഗത്ത്. അതിൽ നിന്നിപ്പോൾ എത്ര പേരെ കണക്ക്, നമുക്ക് ഔദ്യോഗികമായിട്ടും ഒക്കെ ഉള്ള കണക്ക് വരുമ്പോൾ അനൗദ്യോഗികമായിട്ടുള്ള കണക്കെന്ന് പറഞ്ഞാൽ ഒരു 350 പേരോ എങ്ങാണ്ട് മരിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഇനി 200 ആളുകളെ കാണാനും ഉണ്ട്. എന്ത് വന്നു കഴിഞ്ഞാൽ ഒരു 600-ന് താഴെയുള്ള ഒരു ഇടപാടിലേക്ക് ഇത് പോവും. പക്ഷേ യാഥാർത്ഥ്യമായിട്ട് അത് പലപ്പോഴും പൊരുത്തപ്പെടത്തില്ല. കാരണം ഒരുപാട് ആളുകൾ, അതായത് ഇപ്പോൾ ഒരാളവിടെ ഉണ്ടായിരുന്നു എന്ന് അറിയുമ്പോൾ മാത്രമേ ഉള്ളൂ ഇയാളെ കാണാനില്ലെന്ന് വരുന്നത്. ഈ അറിയാത്ത ആളുകളാണെങ്കിലോ, ഇപ്പോൾ വിദേശ ടൂറിസ്റ്റുകൾ അവിടെ വന്നേക്കുന്ന ഒരുപാട് പേര് അവിടെ വന്നിട്ടുണ്ട്, ടൂറിസ്റ്റുകൾ. അത് എത്ര പേരെ കാണാതായെന്നുള്ളതിന് എന്താ കണക്കുള്ളത്? പിന്നെ ഈ പാവപ്പെട്ട ബംഗാളികളുണ്ടല്ലോ, ദുബായി പോകുന്നത് പോലാണ് അവർ യാത്ര ചെയ്ത് ഇവിടെ വന്ന് ജോലി ചെയ്യാൻ വരുന്നത്. ആ തൊഴിലാളികൾ, ബംഗാളിൽ നിന്നൊക്കെ വന്ന തൊഴിലാളികൾ, ഒരുപാട് ആളുകൾ ഇതിൽ പെട്ടിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അവരുടെ കണക്ക് എവിടെ ഉണ്ട്? അവരെ ആരാണ് നോക്കുന്നത്? ഒരു ബംഗാളിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഇവിടെ ആരെങ്കിലും തിരിഞ്ഞു നോക്കുമോ? ഒരിക്കലും ഇല്ലല്ലോ. എന്ന് പറയുന്നത് പോലെ ആരൊക്കെ എത്ര പേരുണ്ടെന്നുള്ളതിനെ കുറിച്ച് ഒരു കണക്കുമില്ല. മല പോലെ മണ്ണ് വന്ന് അടിച്ചേക്കുകയാണ്. വലിയ പാറയാണ് വീണേക്കുന്നത്. ആ പാറയ്ക്കടിയിലൊക്കെ ഞെരിഞ്ഞമർന്നേക്കുന്ന എത്ര ജീവനുകൾ കാണും. ഇപ്പോഴും ഈ ചാലിയാറിൽ നിന്നൊക്കെ ദൂരെ 100 കിലോമീറ്റർ അപ്പുറത്ത് നിന്നൊക്കെയാണ് ശവശരീരം അടിയുന്നത് കണ്ടു കിട്ടുന്നത്. വനത്തിൻ്റെ സൈഡിലൊക്കെ അടിഞ്ഞു കിടപ്പുണ്ട്. നമ്മുടെ ജനങ്ങൾ ഒരുപാട് പേര്, രക്ഷാപ്രവർത്തകർ അവിടെ പോയി ഈ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അവരെ കൊള്ളയടിക്കാനും മോഷണം നടത്താനും ആളുകളുണ്ടെന്ന് കാണുമ്പോൾ നമ്മൾ അതിനെ പറയുന്നത്? ഇവരെ കഴുകന്മാരെക്കാൾ കഷ്ടമല്ലേ?